പാർത്ത ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ്. നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദൈവത്തിന് 1000 നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. ഒപ്പം റഷ്യയ്ക്കും 2025 ക്യാൻസറിൻ്റെ വാക്സിൻ പൊതു ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പ് റഷ്യ നൽകിയിരിക്കുക. അത് വികസിപ്പിച്ചെടുത്തു എന്നാണ് പറയുന്നത്. ഇത് എത്രത്തോളം പ്രായോഗികമാകും? യഥാർത്ഥത്തിൽ പുറത്തു വരുന്ന വാർത്തകൾ സത്യമാവുകയാണെങ്കിൽ ലോകം ഞെട്ടാൻ പോവുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പേടിക്കുന്നതും ഭയക്കുന്നതും അതിദാരുണമായി മരണപ്പെടുന്നതും, അതായത് നരകിച്ച് മരണപ്പെടുക എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, അത്രയും ഭീതിദായകമായി മനുഷ്യർ കാണുന്ന ഒന്നാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസറിനെതിരായിക്കൊണ്ട് ഒരു വാക്സിൻ വികസിപ്പിച്ചിരിക്കുന്നു റഷ്യ എന്ന് പറയുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം സന്തോഷം പകരുന്ന കാര്യം തന്നെയാണ്. കാരണം റഷ്യ നിരന്തരമായി അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഈ ഇത്തരമൊരു വാക്സിൻ വികസിപ്പിക്കാനുള്ള പണിപ്പുരയിലായിരുന്നു. അതായത് ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ വിവിധ ഏജൻസികളുണ്ടല്ലോ, അതായത് ICMR പോലുള്ള ഏജൻസികളുണ്ട്. അത്തരത്തിൽ റഷ്യക്കകത്തെ എല്ലാവിധ മെഡിക്കൽ രംഗത്തെ ഏജൻസികളെയും സംയോജിപ്പിച്ചുകൊണ്ട് അവിടുത്തെ വിദഗ്ധരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റഷ്യ ഇത്തരത്തിലൊരു കണ്ടുപിടുത്തത്തിന്, അതായത് ഈ ക്യാൻസറിനെതിരെ പൊരുതാനുള്ള ഒരു വാക്സിൻ സാധ്യമാകുമോ എന്നുള്ള രീതിയിലുള്ള പോരാട്ടങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങൾ നടത്തുന്നത്. അവിടെ വ്ളാദിമിർ പുടിൻ അടക്കമുള്ള ആളുകൾക്ക് ക്യാൻസർ പോലുള്ള അസുഖം സ്ഥിരീകരിച്ചിരുന്നു. അതിനെതിരെ അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മാരകമായ രോഗങ്ങൾക്ക് നേരെ നമുക്കറിയാം ലോക നേതാക്കളൊക്കെ ഒരുപാട് പേർ ഇത്തരത്തിൽ മരണപ്പെടുന്നത് ക്യാൻസർ മൂലമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വലിയ ലോക വിപത്താണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റഷ്യ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ റഷ്യ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു വാക്സിൻ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അത് mRNA വാക്സിനാണ്. RNA വാക്സിൻ ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെ പലതരത്തിലുള്ള വാക്സിൻസ് ഉണ്ട്. ഇതൊരു RNA വൈറസ്, അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ കോവിഡ് വൈറസ് എന്ന് പറയുന്നത് ഒരു RNA വൈറസാണ്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായ ഭാഗങ്ങളിലേക്ക് പോയി ചിലപ്പോൾ അത് കൂടുതൽ വിശദീകരിക്കേണ്ടി വരും. അതിൻ്റെ പിന്നെ ഈ പുറത്തെ തോടുമായി ബന്ധപ്പെട്ടും വൈറസിൻ്റെ പുറന്തൊലിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില കാരണങ്ങളാണ് RNA എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതൊരു mRNA വാക്സിനായിട്ടാണ് ഈ വാക്സിൻ അറിയപ്പെടുന്നത്. ഇത് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്കകത്ത്, നമ്മുടെ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ കോശങ്ങൾ പെറ്റുപെരുകുന്ന ഒരവസ്ഥയാണ്. അതായത് അമിതമായി കോശങ്ങൾ വളരുക, അതാണ് ക്യാൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ ഓരോ ദിവസവും ഓരോ സമയത്തും ഓരോ കോശങ്ങൾ, അതായത് നമ്മുടെ ബോഡിക്കകത്തുള്ള കോശങ്ങൾ നശിക്കുകയും പുതിയ കോശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊരു കൃത്യമായ ഒരു എന്താണ് പറയുക, ഒരു ക്രമമുണ്ട്. അതിനെ ബോഡിക്ക് ആ ക്രമത്തിൽ തന്നെ അതിനെ കൊണ്ടുപോകാനുള്ള കഴിവ് ഈശ്വരൻ സർവേശ്വരൻ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിൽ വരുന്ന മാറ്റമാണ്, അതായത് ബോഡിക്ക് സ്വന്തം പിന്നെ അവയവത്തിൻ്റെ ഉള്ളിലുള്ള ഈ പറയുന്ന കോശ വളർച്ചയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ഈ പറയുന്ന ക്യാൻസർ എന്ന് പറയുന്ന മഹാവിപത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള യഥാർത്ഥ കാരണം എന്താണ്? യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ വീക്ക് തന്നെയാണ്. നമ്മുടെ പലതരം ഭക്ഷണങ്ങളുള്ള ഇപ്പോൾ പറഞ്ഞ ജങ്ക് ഫുഡ്സ്, അതുപോലെ തന്നെ മെഡിസിൻസിൻ്റെ ഉപയോഗം, അതുപോലെ സ്ട്രെസ്സ്, ഈ പറയുന്ന ഈ മലിനമായ ജലം, എല്ലാ കാരണങ്ങളും കൊണ്ട് മനുഷ്യൻ്റെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി പവർ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ഇമ്മ്യൂണിറ്റി പല രീതിയിൽ അത് ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ മനുഷ്യൻ്റെ പൊതുവായിട്ടുള്ള ഇമ്മ്യൂണിറ്റി കുറയുകയും ആ ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യുകയാണ്, ഈ പറയുന്ന ഒരു തരത്തിൽ നമ്മുടെ ഈ ശരീരത്തിനുള്ളിൽ കയറുന്ന ചില വൈറസുകളുണ്ട്. അത്തരം വൈറസുകൾ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ആക്രമിക്കുകയും അത്തരം വൈറസുകളോട് പോരാടാൻ വേണ്ടിയിട്ട് ശരീരം ചില പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കും. ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഇത്തരം പ്രോട്ടീനുകൾ വരുമ്പോൾ ശരീരത്തിനൊരു തെറ്റായ മെസ്സേജ് കൊടുക്കുകയും ഈ കോശവർദ്ധനവിലേക്ക് ഈ പ്രോട്ടീൻ കാരണം നമ്മുടെ ശരീരം കൊണ്ടുപോവുകയും ചെയ്യും. ഇതാണ് ബേസിക്കലി ഒരു ക്യാൻസറിൻ്റെ കാരണമായിട്ട് പറയുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായി പറഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂൺ ശേഷി, പ്രതിരോധ ശേഷിയിലുള്ള കുറവാണ്. അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഒരു വൈറസോ ഒരു ബാക്ടീരിയയോ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അത് പ്രത്യേക തരത്തിൽ ചില വൈറസുകൾ നമ്മുടെ ശരീരത്തെ ആക്രമിക്കുമ്പോൾ, അപ്പം പലതരത്തിലുള്ള വൈറസുകൾ പ്രകൃതിയിലുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള വൈറസുകൾ ആക്രമിക്കുമ്പോൾ അതിനെതിരെ പോരാടാൻ വേണ്ടി പലതരത്തിലുള്ള ആൻറ്റിബോഡികൾ ശരീരം ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ചില പ്രത്യേകതരം പ്രോട്ടീനുകൾ ശരീരം ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അത് ഈ പറയുന്ന വൈറസിനെതിരെ മാത്രമൊന്നുമല്ല, ശരീരം വെറുതെ തന്നെ ഇത്തരം പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കും. അപ്പം റഷ്യയുടെ നീക്കം നമ്മളെ വളരെ സന്തോഷത്തിൽ വരുത്തുന്നതാണ്. കാരണം ക്യാൻസർ പോലുള്ള ഒരു മാരകമായ രോഗത്തിന് ഒരു കൊച്ചു കുട്ടികൾക്കുൾപ്പെടെ ക്യാൻസർ വന്ന് മരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഈ 4ാമത്തെ സ്റ്റേജൊക്കെ എത്തിയ പിന്നെ രക്ഷപ്പെടില്ല എന്നാണ് പറയുന്നത്. പാർത്ഥൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജനം മുഴുവൻ പേടിക്കുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. റഷ്യയും ഇന്ത്യയും തമ്മിൽ വലിയ അടുപ്പത്തിലാണ്. പ്രത്യേകിച്ച് 2014 നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം വലിയ അടുപ്പമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യയും ഇന്ത്യയും.
ഈ റഷ്യ വികസിപ്പിച്ചെടുത്ത ഈ ക്യാൻസർ വാക്സിൻ ഇന്ത്യക്ക് ഗുണകരമാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും. അതായത് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ഗുണകരമാകാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ ലോകരാഷ്ട്രങ്ങളിലേക്കും റഷ്യയിലെ ജനങ്ങൾക്ക് സൗജന്യമായിട്ടും ലോകത്തിന് മൊത്തം ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന നിലയിൽ തന്നെ, പക്ഷേ അവിടെ കയറ്റുമതിയുടെ ചിലവ് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം ഗവൺമെൻറ് വിചാരിച്ചാൽ, ഓരോ രാജ്യത്തെയും ഗവൺമെൻറ് വിചാരിച്ചാൽ അത് നമുക്കെന്താണ് ഒരു പരിധിവരെ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കോസ്റ്റ് കുറച്ച് കൊണ്ടോ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വിപ്ലവകരമായ നേട്ടം എന്ന് പറയുന്നത്. പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദി ലോക നേതാവായി മാറിയതിന് ശേഷം വ്ളാദിമിർ പുടിനുമൊക്കെ ആയിട്ടുള്ള ബന്ധം അത്രയധികം നല്ല നിലയിൽ കൊണ്ടുപോവുകയാണ്. ഇപ്പം റഷ്യ യുക്രൈൻ യുദ്ധവുമൊക്കെ ബന്ധപ്പെട്ട് മോദി അവിടെ പോയ സമയത്താണ് പിന്നെ റഷ്യ യുദ്ധം വരെ നിർത്തിവെച്ചു, വെടിവെപ്പ് വരെ നിർത്തിവെച്ച് മോദിക്കുള്ള വഴിയൊരുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന രീതിയിലേക്ക് തന്നെയാണ് റഷ്യയുടെ കണ്ടുപിടുത്തം പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി പറയാം. അതായത് ഈ പറയുന്ന ഇത്തരത്തിലുള്ള നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വൈറസ് ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു അതായത് ഈ പറയുന്ന വൈറസ് ആക്രമണങ്ങളെയും അതുപോലെ അതുകൊണ്ടുണ്ടാകുന്ന ഈ പ്രോട്ടീനുകളെയും പ്രതിരോധിക്കുന്ന ഒരു ആൻറ്റിബോഡി, ഒരു ആൻറ്റിജൻ അല്ലെങ്കിൽ ആൻറ്റിബോഡി ആ തരത്തിൽ കടത്തി വിട്ടുകൊണ്ടുള്ളൊരു വാക്സിനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രോട്ടീനുകൾ നിർമ്മിക്കപ്പെടുന്നത്, ഇത്തരം ചില വൈറസ് അറ്റാക്കുകൾ, ഇമ്മ്യൂണിറ്റി പവറിലെ പ്രശ്നങ്ങൾ, കോശങ്ങൾ പെരുകുന്നത്, ഇതൊക്കെ തന്നെ ഈ വാക്സിൻ തടയും. ഇതിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ക്യാൻസറിനല്ല ഈ കണ്ടുപിടുത്തമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൊത്തത്തിലുള്ള, അതായത് ക്യാൻസറിന്റെ പൊതു സ്വഭാവത്തെ തന്നെ, അതായത് ബ്രസ്റ്റ് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, പിന്നെ ഇത് മറ്റേ യൂട്രസ് ക്യാൻസർ, പലതരത്തിലുള്ള ക്യാൻസറുണ്ട്, ശ്വാസകോശ ക്യാൻസറുകളുണ്ട്, ബ്ലഡ് ക്യാൻസർ ഉണ്ട്, പലതരത്തിലുള്ള ക്യാൻസർ രക്ഷപ്പെടില്ല എന്നാ പലരും പറയുന്നത് തന്നെ. ഭീകരമായ അവസ്ഥയാണ്, ഭയങ്കരമായ വേദനയാണ്, മജ്ജ മാറ്റിവെക്കൽ, അതുപോലെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഭീകരമായ സാർക്കോമാസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കിങ് കോബ്ര സാർക്കോമ എന്നൊക്കെ പറയുന്ന ക്യാൻസേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ക്യാൻസറുകളെ വരെ നിർജീവമാക്കുന്ന തരത്തിലേക്കാണ് ഇത്തരത്തിലൊരു വാക്സിൻ പോകുന്നത്. അപ്പോൾ ക്യാൻസറിൻ്റെ പൊതു സ്വഭാവമായിട്ടുള്ള ട്യൂമർ വളരുകയും ആ ട്യൂമർ പിന്നീട് ക്യാൻസറിലേക്ക് പോവുകയും ചെയ്യുന്ന ട്യൂമർ വളർച്ചയെ ഇല്ലാതാക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഈ വാക്സിൻ നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പ്രാഥമികമായിട്ടുള്ള ട്രയൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഇനിയും ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോവേണ്ടതുണ്ട്. ഇതെല്ലാവർക്കും എഫക്റ്റ് ആകുമോ, എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പക്ഷേ വളരെ സന്തോഷകരമായ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ക്യാൻസർ വാക്സിൻ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തും, അത് ഉറപ്പാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. തീർച്ചയായിട്ടും അത് നടത്തുമെങ്കിലും അത് എത്രയും പെട്ടെന്ന് റഷ്യക്ക് 2025 റഷ്യ അത് അവിടെ ജനങ്ങൾക്ക് നൽകുന്നത് പോലെ ഇന്ത്യയിലെ ജനങ്ങൾക്കും അത് പ്രയോഗിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടപടികളും ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകട്ടെ. തീർച്ചയായും.